ആ ബീഹാറിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിൽ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്നുവെച്ചാല് നമ്മള് ബീഹാറില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലേ രണ്ടോ മൂന്ന് ജില്ലയിലാണ് ഇന്ത്യ സഖ്യത്തിന് നല്ല മേധാവിത്വം ഉണ്ടാവുന്നത്. കാരണം NDA സഖ്യത്തിന് 72 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുന്ന അവസ്ഥയുണ്ട്. ബീഹാർ 72 സീറ്റ് NDA സഖ്യത്തിന് ഉറപ്പായിട്ട് കിട്ടുന്ന അവസ്ഥയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 48 സീറ്റാണ് ഉറപ്പായിട്ട് കിട്ടാനുള്ള സാധ്യത. ബാക്കി വരുന്ന നമ്മൾ ഡിവിഷൻ നോക്കി കഴിഞ്ഞാൽ പാറ്റ്ന ഡിവിഷൻ, പൂർണിയ ഡിവിഷൻ, ഈ ഡിവിഷനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഡിവിഷനിൽ ഒരു 120ഓളം സീറ്റിൽ രണ്ട് ഇന്ത്യ സഖ്യവും NDA സഖ്യവും തുല്യ ശക്തികളായിട്ടാണ് വരിക. ഈ തുല്യ ശക്തികളായിട്ട് വരുന്നതിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ NDA സഖ്യത്തിന് ഒരു 130 സീറ്റിന് മുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ പോയാലും 72 സീറ്റ് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഉറപ്പായിട്ട് ഇന്ത്യ സഖ്യത്തിന് 48 സീറ്റാണ് ചാൻസ് ഉള്ളൂ. പിന്നെ തുല്യ ശക്തികളായിട്ട് മത്സരിക്കുന്ന നോക്കുമ്പോൾ ഒരു 60 സീറ്റ് NDA സഖ്യത്തിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെ പോയാലും NDA സഖ്യത്തിന് 130 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുന്ന പൊസിഷനുണ്ട്. അതുകൊണ്ട് അടുത്ത് വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരത്തിലേറാനാണ് ഇപ്പോഴത്തെ ഉറപ്പായിട്ടുള്ള സാധ്യത. നമ്മുടെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ഡലങ്ങളിൽ ഡിവിഷനുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാരണം 2-3 ജില്ലയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ശക്തമായ ഒരു സാന്നിധ്യമാകാൻ പറ്റുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ NDA സഖ്യത്തിന് തന്നെയാണ് ആധിപത്യം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA സഖ്യമാണ് അധികാരത്തിലെന്ന് പറയാനുള്ള കാരണം. ഓക്കെ.